വയലിന് നടുവിലായി ഒരു ചായപ്പീടിക തുടങ്ങിയാൽ അത് വിജയിക്കുമോ? സംശയം എന്നാണ് മറുപടിയെങ്കിൽ അത് ഒരുപക്ഷെ നമുക്കൊക്കെ തിരുത്തേണ്ടി വരും. കാരണം കോഴിക്കോട് പേരാമ്പ്ര വെള്ളിയൂരിൽ വയലിന് നടുവിലായി തുടങ്ങിയ ചായക്കടയിലേക്ക് ദൂരെ നിന്ന് പോലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ ആളുകളെ ആകർഷിക്കുന്നതെന്ന് അറിയണ്ടേ? കണ്ടുവരാം. നോക്കെത്താ ദൂരം നീണ്ടുകിടക്കുന്ന പാടത്തിന് നടുവിലൂടെ നടപ്പാതയ്ക്കരികിൽ ഒരു നാടൻ ചായപ്പീടിക. ഇതിന്റെ ഭംഗി ആസ്വദിച്ച് മഴയത്തൊരു ചായ കുടിക്കാൻ വേണ്ടി മാത്രമാണ് നാട്ടുകാരും പുറം നാട്ടുകാരും ഇവിടേക്ക് എത്തുന്നത്. കോഴിക്കോട് പേരാമ്പ്ര വെള്ളിയൂരിലെ നടപ്പാത വയലിലെ ചായപ്പീടിക വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്. ഇവിടുത്തെ പരിപ്പുവടയുടെ രുചിയറിഞ്ഞവർ ഒരിക്കലും ഈ ഇടം മറക്കില്ല. വൈകുന്നേരമായാൽ വലിയ തിരക്കാണ് ഇവിടമാകെ. ഒരു വ്യത്യസ്തത കണ്ടത് ഒരു നല്ല ക്രിസ്പിയാണ്, അടിപൊളിയാണ്. ഇതുവരെ ഈറ്റാലൊന്നും കഴിച്ചില്ല. ഒരു സോഷ്യൽ മീഡിയൻ്റെ പവറാണെന്ന് തോന്നുന്നു. ഇവിടെ ഫുൾ ആൾക്കാരാണ്. നല്ല രസമുണ്ട്. ചായ പിന്നെ സാധാരണ നോർമൽ ചായ തന്നെ. ചായയുടെ വലിയ വ്യത്യാസമൊന്നുമില്ല, കുഴപ്പമില്ല. അടിപൊളിയാണ്, സൂപ്പർ. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു കട നല്ല രീതിയിൽ നമ്മളിവിടെ എത്തിയത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപ്പ് തന്നെ നമ്മൾ വേറെ എവിടെയും ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു പരിപ്പ് തന്നെയാണത്. ചായ നോർമലായിട്ടാണ് തോന്നുന്നത്, എന്നാലും അടിപൊളിയായിട്ടുള്ളൊരു ആംബിയൻസ് ആണ്. പുറത്താണ്, അതായത് നമ്മൾ വന്നത് ഏകദേശം 25 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത് ഈ ഒരു ചായ അടിക്കാൻ വേണ്ടി മാത്രം. അത്രയും അടിപൊളിയായിട്ടുണ്ട്. ഫുഡിനേക്കാളും ഈ ഒരു വൈബ് തന്നെയാണെന്ന് തോന്നുന്നത്. ഇതിനെ ഇങ്ങനെ ഇത്രയും ആൾ കൂടുന്ന ഒരു ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതാ മലകൾ ഇങ്ങനെ കാണാം, പിന്നെ പാടം, ഒരു പേരാമ്പ്രയുടെ ഒരു ഗൃഹാതുരത്വവും അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയും തന്നെയാണ് ഇതിൻ്റെ വിജയം തോന്നുന്നുണ്ട്. വ്യത്യസ്ത രുചിയുള്ള പച്ച പരിപ്പുവടയാണ് ഇവിടുത്തെ ചായയോടൊപ്പമുള്ള പ്രധാന കോമ്പിനേഷൻ. മറ്റ് നിരവധി നാടൻ പലഹാരങ്ങളുമുണ്ട്. തിരക്കൊഴിഞ്ഞ വൈകുന്നേരങ്ങളിൽ പ്രകൃതി രമണീയതയും രുചികളും ആസ്വദിക്കാൻ നിരവധി പേരാണ് കുടുംബസമേതം വെള്ളിയൂരിലെ നടപ്പാത വയലിലെ ചായപ്പീടികയിലെത്തുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.